നാട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. പച്ചമുട്ടയിടുന്ന താറാവ്, അതിസുന്ദരിയായ ആട്, അതിനുള്ള അഹങ്കാരമൊന്നും ആടിനില്ല കേട്ടോ. വ്യത്യസ്തമായ കോഴിത്തവല് പോയി നമുക്ക് കണ്ടാലാ. ഹെവൻ വേ ട്രാവലിംഗ് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തൃശ്ശൂർ ചാവക്കാട് പഞ്ചവടിയിലുള്ള ഫാമിലി ആയിട്ട് കാണാൻ പോണേ. അവിടുത്തെ കാഴ്ചകൾ പോയി ഒന്ന് കണ്ടാലാ. ചേട്ടാ ഫാമിലിക്കുള്ള വഴി നേരല്ല ഈണ്ടോട് കണ്ട് കുറച്ച് ഉള്ളിലോട്ട് പോകണം കേട്ടോ. ഫാമിലിക്ക് മാപ്പ് കാണിക്കുന്നത് എത്തി. അത് ഹെവൻ വേ ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒന്ന് ഫാമിലി കണ്ടാലോ. അത് ഫാമിലി കേട്ടോ. ഈ വീഡിയോ സ്ലോ മോഷനിലിട്ടപ്പോൾ ഇവിടുത്തെ എല്ലാ സൗണ്ടും കൂടി ഇങ്ങനെ വന്നപ്പോൾ ഒരു പ്രത്യേക സൗണ്ട് വന്നു. അതാട്ടോ ഞാൻ ഇട്ടത്. സൗണ്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഫാമിലിക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒട്ടകത്തിനെ കാണാം. അപ്പോൾ ഇവിടെ ഒട്ടകത്തിനെ കാണുന്നവർക്ക് ഇലയൊക്കെ കൊടുക്കാം. ഒരു പ്ലാവിൻ്റെ ഇലയാണ് അവരവിടെ വെച്ചിരിക്കുന്നത് ഇവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആൾ പ്ലാവിൻ്റെ ഇല എടുക്കാൻ ഇപ്പോൾ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ കിട്ടും എന്നുള്ള ലെവൽ അവൻ കഴിച്ചു. നമ്മുടെ ആൾക്ക് പേടി ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, വിചാരിച്ച പോലെയല്ല. ഞാൻ എന്നാലും പേടി ഉണ്ടായാലും ഞാൻ കൊടുത്തു. ചെറിയൊരു പേടിയോടി കൊടുത്തു കണ്ടു. എന്നാലും അവൻ പിന്നെ അവസ്ഥയ്ക്ക് നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലായി വീണ്ടും ചോദിക്കുകയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഞങ്ങൾ അവരുടെ അടുത്തുനിന്ന് നീങ്ങി. ഇവിടെ ഫാമൊക്കെ നല്ല നീറ്റാണ് കേട്ടോ. കാര്യത്തിലൊന്നും പറയാനില്ല. നല്ല വൃത്തിയും വെടുപ്പും നല്ല ക്ലീനായിട്ട് കിടക്കണത്. ഇവിടെ അത്യാവശ്യം നമുക്ക് വിശപ്പൊക്കെ തടയ്ക്കുള്ള എല്ലാ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കോഴിട്ടാ. തലപ്പാവ് വെച്ച പോലത്തെ കോഴിയാണ് കണ്ട. നല്ല മിനുസും തലയിൽ ഞാൻ തൊട്ടിങ്ങനെ നിന്നു. നമ്മുടെ നാട്ടുകാരനല്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ടാ. മുന്നോട്ടങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേ നല്ല ഭംഗിയുള്ള 3-5 കോഴികൾ. എന്തൊരു ഭംഗിയ. ഇവരൊന്നും നമ്മുടെ നാട്ടുകാരല്ല കേട്ടാ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കോഴികളിനൊക്കെ കളർ കയറ്റിയിട്ടുള്ളതാട്ടാ. കണ്ടറിഞ്ഞൂടെ നമുക്കല്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ വൈറ്റും ബ്ലാക്ക് ആണെന്നാണ് പറയണത് കേട്ടത്. അപ്പോൾ വൈറ്റിനെടുത്ത് അങ്ങോട്ട് കളർ കയറ്റിയിട്ടുള്ളതാണ് സംഭവം. ഞാൻ സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. ആ ചേട്ടൻ ഇവരിനൊക്കെ അവരുടെ കൂട്ടിലേക്ക് വെക്കണം കേട്ടോ. കണ്ട ഇങ്ങനെ വരിവരായിട്ട് പോണണ്ട. ഞാനങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോഴേ വലിയ പലതരം ടൈപ്പിലുള്ള താറാവുകൾ. വിചാരിച്ച പോലെ കേട്ടോ. എന്നോട് ഫുഡ് ചോദിക്കുകയാണ് അവർ. എന്നാ ഭംഗിയാണെന്നറിയോ. നമുക്ക് ഇവർക്കൊക്കെ ചെറുതായിട്ട് അവർ ഫുഡ് കൊടുക്കാൻ വേണ്ടി തരും കേട്ടോ. നമുക്കത് കൊടുക്കാൻ പറ്റുമേ. താറാവെങ്കിൽ നമ്മുടെ നാട്ടുകാരുണ്ടാവുമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടുകാരനൊന്നുമില്ല. ഇവർക്ക് എന്താ സുഖം. സ്വന്തമായൊരു വീട്, സ്വന്തമായൊരു കുളം, സ്വന്തമായി മെറ്റെന്ന് പറഞ്ഞ പോലെ അതിന് വരെ തിരിച്ചിട്ടേക്കാണ് കണ്ട. സ്ലോ മോഷനിൽ എടുക്കുമ്പോൾ ഇവരെങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന പോലെയാണ് കേട്ടോ. നല്ല ഭംഗിന്നല്ലേ കാണാനായിട്ട്. ഈ താറാവിന് കണ്ടോ നിങ്ങൾ? താറാവിൻ്റെ നിറയിൽ തൊപ്പി പോലെയാണ് കേട്ടോ കാണാൻ. നല്ല അഴകാട്ട കാണാനായിട്ട്. ഇവന്മാർ ഇങ്ങനെ താഴത്തൊക്കെ കുത്തി ഇങ്ങനെ വൃത്തികേടാക്കണൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വലിയ വൃത്തികളൊന്നുമില്ല. നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വന്തമായി വീടും കാളൊക്കെ ഉള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല. നല്ല വലുപ്പമുള്ള താറാവ് കേട്ടോ. ഈ താറാവിന് കണ്ടോ പീക്കോക്ക് കളറാണ് കേട്ടോ ഈ താറാവ്. ഈ താറാവിൻ്റെ മുട്ടയെ പച്ച കളറാന്ന് പറയണേ. ഈ ആടൊക്കെ ഞാൻ നമ്മുടെ വിളിച്ചാണ് വിചാരിച്ചിട്ടാ. പിന്നെയാണ് കേൾക്കണത് ഈ ആട് വരവാണ്. ഈ ആട് അധികം ഉയരൊന്നും വെക്കില്ല എന്നാണ് പറയണത്. ഇവിടെ ആടിന് നമുക്ക് ഫുഡൊക്കെ കൊടുക്കട്ടാ. ചോളാണ് കൊടുക്കണത് കണ്ട. അപ്പം എനിക്കൊരു വിഷമം. ഇവന് കൊടുത്തു കഴിഞ്ഞ് പിന്നെ മറ്റവർക്കൊക്കെ കൊടുക്കണ്ടേ. അപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞ ചേച്ചി മറ്റുള്ളവർക്കും വിഷമമാവില്ല. അപ്പോൾ അതുവഴി തന്നോ ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വാങ്ങിയിട്ട് ഞാൻ ഇവനും കൊടുക്കണം കേട്ടാ കണ്ട. സുന്ദരിയായിട്ടുള്ള ഒരു ആട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചൈനക്കാരിയാണ് ആള്. ആൾക്കും ചോളം തന്നെ. എല്ലാവർക്കും ആട് വർഗത്തിന് കംപ്ലീറ്റ് ചോളാണ് കൊടുക്കണത് കണ്ട. എന്നാ ഭംഗിയല്ല കാണാനായിട്ട്.
കറക്റ്റ് പറയാ. പോണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടുന്ന പറഞ്ഞ് കിടക്കുന്നുണ്ട്. ചൈനക്കാരനെ ആവുള്ളൂ, ഷുവറാണ്. കണ്ട ഈ ആശാനെ എനിക്കാണ് നിൽക്കാനൊക്കെ വയ്യ. ഇരുന്നോടത്തിരുന്ന് ഞാൻ തിന്നോളാം എന്നുള്ള ലെവലിലാണ് അവർ നിൽക്കണത്. അങ്ങനെ ഈ ആടിന് ഞങ്ങൾ ഫുഡ് കൊടുത്തോട്ടാ. ഈ ആടിൻ്റെ ബാക്ക് സൈഡ് കണ്ടു, അതതിൻ്റെ വാലാന്നാണ് പറയുന്നേട്ടാ. നമുക്ക് ഈ കോഴികളിനൊക്കെ കയ്യിൽ ഇഷ്ടമുള്ളത് നമുക്ക് പിടിച്ച് നിൽക്കട്ടെ. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ ആൾക്കാർ വന്ന് എടുക്കണവരൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അങ്ങനെ ഞങ്ങൾക്ക് വെള്ളക്കോഴി മതി എന്ന് പറഞ്ഞു. വെള്ളക്കാരിനെ ഞങ്ങൾ എടുത്തു. ഇവരൊക്കെ വരവാണ്, നമ്മുടെ നാട്ടുകാരനല്ല. നമ്മുടെ നാട്ടുകാരാണെങ്കിൽ ഇപ്പോൾ 2 കൊത്തൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ കോഴികളുടെ തൂവലിന് വ്യത്യാസം കണ്ടോ? ഫാമിലിയിൽ പോയി കഴിഞ്ഞൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാനും അവരെ നമ്മുടെ കയ്യിൽ പിടിക്കാനും വെച്ച് തരും കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. ഈ മുയല് ഫ്രാൻസുകാരനാട്ടാ. പല നാട്ടിൽ നിന്നുള്ള മുയലും കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ. അമേരിക്കയിലെ എലിനായിട്ടപ്പം കാണാൻ വന്നത്. നമ്മുടെ ആൾക്ക് ഏറ്റവും ഇഷ്ടം മുയലിനാട്ടോ. നമ്മുടെ ആൾ മുയലിനെ വാങ്ങി പിടിച്ചിട്ടുണ്ട്. നല്ല വെയിറ്റ് ആട്ടോ, നല്ല മിനുസ. ഇതല്ലേ ഹലോ അതല്ലേ വെൽവെറ്റ് കയ്യിലേ ഏതിനാ വേണ്ടേ? പോന്നോട്ടെ. ഇത് വരുന്നത് ഉറങ്ങിട്ടേ. സൂപ്പറല്ലേ ബ്ലാക്ക്. എടുത്തോ. അപ്പിക്കെടുക്കാൻ പേടിയാണോ? ഉറങ്ങി ഉറങ്ങി വയ്യാണ്ടായിട്ട് ക്ഷീണം തീർക്കണം കേട്ടോ. അപ്പം ഞാൻ എടുക്കാന്ന് വെച്ചത് ഇവളാണ്. ഈ പൂച്ചേനെ എടുത്തപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഇവിടെയും വേറെയും പൂച്ചകളുണ്ട് കേട്ടോ. സുഖനിദ്രയാണ് അവർക്ക്, ഫുൾ ടൈം ഉറക്കാണെന്നാണ് പറഞ്ഞത് കേട്ടത്. ഉറങ്ങുക നോക്ക്, എന്ത് ചന്തായിട്ട് ഉറങ്ങണം നോക്ക്. എന്തോരം ഒളിയും ബഹളം കേട്ടാൽ അവർ എഴുന്നേൽക്കില്ല, സൂപ്പർ ഉറക്കാണ്. ഇവിടെ നല്ല പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള പൂച്ചകളാണ്. പൂച്ചകളുടെ പേരൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. വെൽവെറ്റ് ടൈപ്പുള്ള കൂടും കാര്യങ്ങളൊക്കെ കേട്ടോ സീറ്റൊക്കെ ഇവരുടെ. ഈ പൂച്ച ഭയങ്കര വെറൈറ്റി ആയിട്ട് കേട്ടോ. ഈ പൂച്ചയുടെ മേലെ പൂടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഐറ്റം മങ്കി ടൈപ്പിൽ പെട്ടതാണെന്ന് തോന്നുന്നു. പക്ഷെ ബ്രസീൽക്കാരനാട്ടോ, വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഒച്ചപ്പാടുകളൊക്കെയാണ്, കടിക്കുന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കണത്. പാമ്പുകളുടെ സെക്ഷനാട്ടാ. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവമാണ് പാമ്പ്. ഈ പാമ്പിന് ഏതിനാ വേണ്ടതെന്നാണ് ചോദിച്ചത് ആ ചേട്ടൻ. അപ്പം തന്നെ എൻ്റെ കിളി പോയി. ഓരോ പാമ്പുകൾക്കും ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. എന്താ സംഭവം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അങ്ങനെ നോക്കിയിട്ടാണ് ആ ചേട്ടൻ ആ പാമ്പിനെ എടുക്കാൻ പോണത്. കണ്ട പാമ്പിനെ പുറത്തേക്ക് എടുത്തിട്ടാ ഞാൻ നീങ്ങി നിന്നു. എൻ്റെ കിളി പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല, എൻ്റെ കിളിയൊക്കെ പോയി. എനിക്ക് ആകെ പേടി, എങ്ങോട്ട് ഓടണ്ടെന്നുള്ള ചിന്തയിലാണ്. എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിചാരത്തിൽ മാത്രം ഞാൻ അവിടെ നിന്നതാണ്. നമ്മുടെ ആൾ പറഞ്ഞേ കയ്യിൽ തന്നാൽ മതി. അപ്പോൾ ആൾ പറഞ്ഞു കയ്യിൽ പറ്റില്ല, ഷോൾഡറും വിടാണല്ലോ എന്ന് പറഞ്ഞു. അതോടുകൂടി ആൾക്കും ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു. ഇല്ലായിക്കൊന്നുമില്ല. ഈ ചേട്ടൻ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ആ പാമ്പിനെ പിടിച്ച് വരുന്നത്. എൻ്റെ ദൈവമേ, പാമ്പിനെ ഇടണ നേരത്ത് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല കേട്ടോ. ചെറിയൊരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആളുടെ മുഖത്ത് വലിയ സന്തോഷമൊക്കെയാണ് കേട്ടോ കാണുന്നത്. നാവൊക്കെ നീട്ടണതൊക്കെയാണ് കേട്ടോ ആള് പറയണത്. വലിയ സന്തോഷം. അപ്പൊ പേടിയായിട്ടാ, തലാണിക്കപ്പോൾ ആൾക്ക് പേടിയായി. ഇപ്പൊ ബാഗ് എടുക്കാനൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ബാഗ് എടുത്ത ആള്
അവരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് ഈ പാമ്പനെ പിടിച്ച് കുട്ടികളെ കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകണം. പേടി ഉണ്ടെങ്കിലും പാമ്പനും തുടങ്ങുന്നുണ്ടായിരുന്നു. തൊട്ട വശം ചേട്ടാണെങ്കിൽ അതോടുകൂടി എൻ്റെ കിളി പോയി. ശരിക്കും നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു പാമ്പ്. അങ്ങോട്ട് നടന്ന ഈ പറമ്പിൽ പോയ പാമ്പുണ്ടാവോ, സ്റ്റെപ്പിൻ്റെ അടിയിൽ നടന്ന പാമ്പുണ്ടാവും, അങ്ങനെ ഒരു പേടി സ്വപ്നമാണ് പാമ്പ്. ആ പാമ്പനാണ് ഇപ്പോൾ തൊട്ടത്. ആ ഒരു വലിയ സന്തോഷത്തിലാണ് ഞാൻ. പക്ഷെ വലിയൊരു എക്സ്പീരിയൻസ് ആയി പോയത്. ഈ പാമ്പുകൾക്കുള്ള ഫുഡാണ് കേട്ടോ അവിടെ എലീനെ വളർത്തുന്നത്. കണ്ടോ, പലതരത്തിലുള്ള പാമ്പുകളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അവറ്റങ്ങൾക്ക് തിന്നാനുള്ള എലികളും. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ എനിക്ക് പേടിയാന്ന് മാത്രം. ഇതൊരു അണ്ണനാണ് കേട്ടോ. ഇവരിനൊക്കെ പിടിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടുകാരനാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മയിൽപ്പീലി വിരിച്ച് വെച്ച പോലെ ഈ കളകക്കോഴികളൊക്കെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഈ ഫാം വില്ലയിൽ കുറേ കിളികളുണ്ട് കേട്ടോ. പലതരത്തിലുള്ള കിളികളുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ഓന്തുകളാണ് ഈ കാണുന്നത്. പലതരത്തിലുള്ള കോഴികളുണ്ട് കേട്ടോ അവിടെ. ഇതെന്തെല്ലാം അടിപൊളിയായിട്ട് കേട്ടോ. കണ്ട കോഴിമുട്ട. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാട്ടെ. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്തൊരു വീഡിയോ നമുക്ക് കാണുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.